നമ്മൾ ദുബായ് എന്ന സിനിമയെപ്പറ്റി ഓൾറെഡി ഒരു വീഡിയോ ചെയ്തല്ലോ. അതിനെപ്പറ്റി പറയുമ്പോൾ അതിനൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു സിനിമയാണ് പ്രജ. ദുബായ് പോലെ തന്നെ വലിയൊരു ക്യാൻവാസിലുള്ള ഒരു വലിയ സെറ്റപ്പ് പടം. ഒരുപക്ഷെ ഈ സിനിമകളൊക്കെ പരാജയപ്പെടാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സിനിമയുടെ മെയിൻ പ്ലോട്ട് അഥവാ നായകനും വില്ലനും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അതായത് മുംബൈ, മംഗലാപുരം, കൊച്ചി എന്നിവിടങ്ങളിലൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒറ്റയാനായ ഒരു നായകൻ, ഇതേ സ്ഥലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന സംഘം ചേർന്ന് നിൽക്കുന്ന വില്ലന്മാർ, ഇവർ തമ്മിൽ വരുന്ന യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നു എന്ന് സിനിമയുടെ ക്ലൈമാക്സ് എത്തുമ്പോഴേക്കും നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് ലേലം എന്ന് പറയുന്ന ഒരു സിനിമ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ആ സിനിമയിൽ നായകനും വില്ലനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന്റെ കാര്യം എല്ലാവർക്കും ഇപ്പോഴും ഓർമ്മയുണ്ടാവും. നന്നായി മദ്യവിൽപ്പന നടക്കുന്ന ഒരു ഏരിയ കാലങ്ങളായി കൈയടക്കി വെച്ചിരിക്കുന്ന നായകന്റെ അച്ഛൻ ഒരു തവണയെങ്കിലും ആ ഒരു ഏരിയ തങ്ങൾക്ക് വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുന്ന വില്ലന്മാർ, എന്നാൽ ഈ ഒരു ആവശ്യം നിരസിക്കുന്നതോടുകൂടി അവർ നായകന്റെ അച്ഛനെ കൊല്ലുന്നു. ശേഷം തന്റെ അച്ഛന്റെ മരണത്തിന് പിറകിൽ ആരൊക്കെയെന്ന് കണ്ടുപിടിച്ച് അവരോട് പ്രതികാരത്തിന് പോകുന്ന നായകൻ. ഇതാണ് ലേലം എന്ന സിനിമയുടെ കഥ. ഞാൻ അവസാനമായി ലേലം എന്ന സിനിമ ഒറ്റയിരുപ്പിന് കണ്ടത് വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നിരുന്നാലും അതിലെ നായകന്റെയും വില്ലന്റെയും ഇടയിലുള്ള കോൺഫ്ലിക്റ്റ് ഇപ്പോഴും വ്യക്തമാണ്. എന്നാൽ പ്രജ, ദുബായ് പോലുള്ള വലിയ പടങ്ങളിൽ മിസ് ഔട്ട് ആയിപ്പോയതും ഇതേ ഫാക്ടർ തന്നെയാണ്. സിനിമയുടെ വലിപ്പം കൂടുന്തോറും അതിലെ പ്രധാന കഥയിൽ നിന്ന് പ്രേക്ഷകർ അകന്നകന്നു പോവുകയാണ് ഉണ്ടായത്.